ജയസൂര്യൻ സാർ നമസ്കാരം. നമസ്കാരം ഗൗതം. ആം ആദ്മി പാർട്ടിയുടെ ആപ്പീസ് BJP ഡൽഹിയിൽ പൂട്ടിച്ചു. ഇപ്പം അത് പഞ്ചാബിലേക്ക് നീളുകയാണ്. പഞ്ചാബിലും ആപ്പീസ് പൂട്ടേണ്ടി വരുമോ എന്നൊരു വലിയ പ്രതിസന്ധിയാണ് ആം ആദ്മി പാർട്ടിക്കിടയിൽ നിന്ന് രൂപപ്പെടുന്നത്. 30ഓളം MLA-മാർ കൂറുമാറാൻ സാധ്യതയുണ്ട്, കോൺഗ്രസുമായിട്ട് അടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോൾ രംഗത്ത് വന്ന് പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട്. ഒരുപാട് വർഷമായിട്ട് ഇത്തരം MLA-കളുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. നല്ലൊരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. MLA-മാരെ വലിക്കും എന്നൊരു സൂചനയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ഭഗവന്ത് മാനെ മാറ്റേണ്ടി വരുമോ ആപ്പിന്? ആ സർക്കാർ തന്നെ തകരുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ രൂപപ്പെടുന്നത്? പഞ്ചാബിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി ആശങ്കാജനകമാണ്. ഭഗവന്ത് മാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു മദ്യപാനിയാണ്, അയാൾക്ക് ഭരണം കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് എന്തു തന്നെയാണെങ്കിലും ഡൽഹിയില് കേജ്രിവാൾ പരാജയപ്പെട്ടതോടുകൂടി വൺമാൻ ആർമിയായ ആം ആദ്മി പാർട്ടി അപ്രസക്തമായിരിക്കുകയാണ്. ഒരു പ്രത്യയശാസ്ത്രമില്ലാതെ, കേഡറില്ലാതെ, സംഘടന പോലുമില്ലാതെ ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രത്തിന്റെ ആവേശത്തിൽ ഉണ്ടായ ഒരു അധികാര കേന്ദ്രം ആണ് തകർന്നു വീണത്. പഞ്ചാബില് ആ കാലഘട്ടത്തിലെ അഴിമതി സഹിക്കാൻ വയ്യാതെ, കോൺഗ്രസിനെ പൊറുക്കാൻ വയ്യാതെയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത്. പക്ഷെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പഞ്ചാബ് ജനത പ്രതീക്ഷിച്ചതൊന്നും അവിടെ ലഭിച്ചില്ല. പ്രധാനമായിട്ടുള്ളത് അവരിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസിസിൽ നിന്ന് കരകയറുക എന്നുള്ളതാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ സ്വാധീനത്തിൽപ്പെട്ട് കൂടുതൽ അക്രമോത്സുകമായിട്ടുള്ള മാർഗത്തിലേക്ക് അവിടുത്തെ യുവാക്കൾ പോകുന്നു. മദ്യപാനം, മയക്കുമരുന്ന്, അക്രമം എന്നിവ അവിടെ വർദ്ധിക്കുന്നു. അതേസമയം തൊഴിലില്ലായ്മ കൂടുന്നു. വിദേശ ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങൾ പഞ്ചാബിൽ പിടിമുറുക്കുന്നു. അതിർത്തി സംസ്ഥാനമായതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം പഞ്ചാബികളെ അസ്വസ്ഥരാക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും അരവിന്ദ് കെജ്രിവാൾ യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ മാൻ എന്ന് പറയുന്ന ഒരു മുഴുക്കുടിയനെ മുഖ്യമന്ത്രിയാക്കി കൊടുത്ത് സംസ്ഥാനം ഒന്നാകെ മദ്യത്തിലും മയക്കുമരുത്തിലും മുക്കിക്കൊല്ലുന്ന ഒരു നയമാണ് അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചത്. മാത്രമല്ല, ഡൽഹിയിൽ കുടിവെള്ളമില്ലാതിരിക്കുമ്പോഴും ഒരു കുപ്പി മദ്യം വാങ്ങിയാൽ ഒരു കുപ്പി മദ്യം ഫ്രീ എന്നുള്ള ഓഫറാണ് അരവിന്ദ് കെജ്രിവാൾ കൊടുത്തത്. ഇത് ജനങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. അതേ അരവിന്ദ് കെജ്രിവാൾ ഇനി പഞ്ചാബ് മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നു എന്ന ഒരു നീക്കവുമുണ്ട്. അതായത് അവിടുത്തെ MLA-മാരുടെ മഹാഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണുവച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണിയേക്കാൾ കൂടുതൽ ഇന്നത്തെ മുഖ്യമന്ത്രിയായ ഭഗവന്ത് മാൻ നേരിടേണ്ടി വരുന്നത് കെജ്രിവാളിനെ ആയിരിക്കും. അതിനെതിരെ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി മുൻകൂട്ടി എറിഞ്ഞ ചില ആരോപണങ്ങളാകാം ഈ മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ. മറ്റൊരു ചർച്ച ഇന്ന് പഞ്ചാബിൽ നടക്കുന്നത് പഞ്ചാബിന് എന്തുകൊണ്ടൊരു ഹിന്ദു മുഖ്യമന്ത്രിയായി കൂടാ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സിഖുകാരുടെ മുഖ്യമന്ത്രിയെ നിരന്തരം ചുമക്കേണ്ട കാര്യമുണ്ടോ? ഹിന്ദുവിന് മുഖ്യമന്ത്രി ആയിക്കൂടെ എന്ന ഒരു ചർച്ചയും വരുന്നുണ്ട്. ഇത് BJP-യുടെ ഭാഗത്തു നിന്നല്ല, അല്ലാതെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഘടകകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിനോ അതല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിലുള്ള കോൺഗ്രസിനോ ഒന്നും അവിടെ ഇനി ചിത്രത്തിൽ സ്ഥാനമില്ല. നിലവിലുള്ള ആം ആദ്മി പാർട്ടി എന്നുള്ള പാർട്ടി സംവിധാനം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ് പഞ്ചാബിൽ എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ നിരീക്ഷണം. ഇവിടെ ഇപ്പോ BJP-ക്ക് എന്തുമാത്രം സാധ്യതയുണ്ട് അവിടെ കയറി പറ്റുവാൻ വേണ്ടിയിട്ട്? പഞ്ചാബിന്റെ അധികാരത്തിലേക്ക് ഈ അകാലിദളിന്റെ നിലപാടുകളൊക്കെ ഇതിന് വലിയ രീതിയിൽ നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടതല്ലേ? അത് വളരെ നിർണായകമല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിന് കേന്ദ്രഭരണമില്ല. കേന്ദ്രഭരണമില്ലാത്ത കോൺഗ്രസിനെ പഞ്ചാബിൽ അധികാരത്തിലെത്തിച്ചാൽ പഞ്ചാബ് ഇനിയും പരുങ്ങലിലാവും. സാമ്പത്തികമായി, തൊഴിൽപരമായി, വ്യാവസായികമായി എല്ലാ രംഗത്തും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. കേരളത്തെ പോലെ കടബാധ്യത കയറി മുടിഞ്ഞ് ഖജനാവ് ശൂന്യമായി കഴിഞ്ഞ ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. അതുകൊണ്ട് ഈ അവസരത്തിൽ അവർക്ക് വേണ്ടത് കേന്ദ്രത്തിന്റെ സപ്പോർട്ടാണ്. അതുകൊണ്ട് 30 MLA-മാർ കോൺഗ്രസിലേക്ക് പോകും എന്ന ഒരവസ്ഥ വന്നാൽ 60 MLA-മാർ, ബാക്കിയുള്ള 63 MLA-മാർ BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്.
അതായത് കോൺഗ്രസ് എന്താണോ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, അതിനു മുമ്പ് BJP അവിടെ മുഖ്യമന്ത്രിയെ വാഴിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതായത് പാർട്ടി നെടുകെ പിളരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറച്ചുപേർ, ഒരു 30 പേർ കോൺഗ്രസിൽ പോയി ബാക്കിയുള്ളവർ ആം ആദ്മിയായിട്ട് അവിടെ നിലനിൽക്കും എന്നല്ല, ബാക്കിയുള്ളവർ BJP-യിൽ പോകാം. ഇതിന് രാസത്വരകമായി പ്രവർത്തിക്കാൻ കഴിയുന്ന അകാലിദൾ അവിടെയുണ്ട്. അതുകൊണ്ട് അകാലിദളിന്റെ പിന്തുണയോടുകൂടി പഞ്ചാബിന്റെ രാഷ്ട്രീയം ഓപ്പറേറ്റ് ചെയ്യാൻ BJP-ക്ക് സാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വന്നാൽ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം MLA-മാർ BJP-യിൽ ചേരുകയും BJP ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരികയും ചെയ്യും. തീർച്ചയായിട്ടും സാർ ഇതിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഇപ്പൊ സാറിപ്പം കോൺഗ്രസ് ആരോപിക്കുന്ന ഈ ഭഗവത് മൻഡിലിന്റെ മദ്യപാനമാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു. നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് ഇപ്പം BJP-ക്ക് വലിയ രീതിയിലുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ ഡൽഹിന്റെ ബോർഡർ പ്രദേശങ്ങളിലുള്ള പല മണ്ഡലങ്ങളിലും BJP-ക്കാണ് വലിയ രീതിയിലുള്ള വോട്ടുകൾ ഉള്ളത്. അതോടൊപ്പം തന്നെ സിഖ് സമുദായങ്ങൾക്കിടയിലൊക്കെ ഡൽഹിയിൽ വലിയ രീതിയിലുള്ളൊരു ഒരു അനുകൂല നിലപാട് വോട്ട് വിഹിതത്തിലൊക്കെ BJP-ക്ക് ഡൽഹിയിൽ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഞ്ചാബിലെ ജനങ്ങള് BJP-യെ സ്വീകരിക്കുന്നു എന്നൊരു മാനസികാവസ്ഥയല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തരുന്നത്? തീർച്ചയായിട്ടും അതെ. അതിനൊരു വിദേശ പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ കാനഡയിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികൾ, അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ അവിടുത്തെ ഭരണകൂടം താഴെ വീണിരിക്കുന്നു. ബ്രിട്ടനിൽ ഇവർക്ക് വലിയ അടിവേരുകൾ ഉണ്ടായിരുന്നു ഖാലിസ്ഥാന്. പക്ഷെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവർക്ക് അനുകൂലമായി നിൽക്കാനുള്ള ഒരു ത്രാണി ഇപ്പോൾ ഇല്ല. ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ഭീകര പ്രസ്ഥാനങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുള്ള വ്യക്തിയാണ്. ഇവിടെയാണ് ഈ ഖാലിസ്ഥാനെ പ്രീണിപ്പിച്ചുകൊണ്ട് സ്വന്തം പതാക, പാർട്ടി പതാക പോലും ഖാലിസ്ഥാൻ പതാകയുടെ നിറത്തിലേക്ക് മാറ്റിയ തൃണമൂൽ ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്നത്. അതായത് ഈ രീതിയിൽ പോയാൽ പഞ്ചാബിന്റെ വികസനം സാധ്യമല്ല എന്നും പഞ്ചാബിലേക്ക് തീവ്രവാദികൾ കടന്നു വന്ന് അവരുടെ മയക്കുമരുന്ന് കച്ചവടവും ആയുധ കച്ചവടവും ഒക്കെ അഭംഗുരം തുടരുന്ന ഒരു അന്തരീക്ഷമുണ്ടായാൽ ഭാവി അപകടത്തിലാണ്. മാത്രമല്ല രാജ്യവും അപകടത്തിലാണ്. പഞ്ചാബിന്റെ അതിർത്തി പ്രദേശങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് മയക്കുമരുന്നും ആയുധവും തീവ്രവാദികളെയും കടത്തിവിടാൻ ഇതുവരെ ഉണ്ടായിരുന്ന ഭരണകൂടം അനുകൂലമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അടിക്കടി പഞ്ചാബിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വേട്ടയും ആയുധ വേട്ടയും അക്രമങ്ങളും. അപ്പോൾ പാകിസ്ഥാൻ സ്പോൺസേഡ് അക്രമങ്ങളും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആയുധങ്ങളും മയക്കുമരുന്നുകളും പഞ്ചാബിന്റെ ജനജീവിതത്തെ താറുമാറാക്കിയതിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ ആം ആദ്മി പാർട്ടി ഗവൺമെന്റിനാണ്. അതുകൊണ്ട് ആ ഗവൺമെന്റിന് പകരം ഒരു BJP ഗവൺമെന്റ് വരണം എന്ന് സംസ്ഥാനം ഒന്നാകെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുകൂലമായ നിലപാട് അകാലിദളും കൂടി സ്വീകരിക്കുന്ന പക്ഷം കോൺഗ്രസിനെ അപ്രസക്തമാക്കിക്കൊണ്ട് BJP-യുടെ ഭരണം വരാനാണ് സാധ്യത. രാജ്യരക്ഷയുടെയും സാമ്പത്തിക പുരോഗതിയുടെയും യുവാക്കൾക്കിടയിലുണ്ടായ അരാജകത്വത്തിന്റെയും അവസാനം കാണണമെങ്കിൽ, അതിനൊരു മറുപടി കൊടുക്കണമെങ്കിൽ അത് കോൺഗ്രസിന് കഴിയില്ല, BJP-ക്ക് മാത്രമേ കഴിയൂ എന്നുള്ള സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ന് പഞ്ചാബിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അകാലിദളും BJP-യും കൂടി ഓപ്പറേറ്റ് ചെയ്താൽ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് ഘടകം അപ്പാടെ BJP-യിലേക്ക് വന്നില്ല എങ്കിൽ പോലും കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു വിഭാഗത്തിന് ശേഷം ഭൂരിപക്ഷം വരുന്ന, അതായത് കോൺഗ്രസിൽ എത്ര പേര് പോകുമോ അതിന്റെ ഇരട്ടി MLA-മാർ BJP-യിലേക്ക് പോകാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഒരു രാഷ്ട്രീയ കടഞ്ഞെടുക്കലിന്, ഒരു ടേണിങ്ങിന് വിധേയമാകാൻ പോവുകയാണ് പഞ്ചാബ്. അതോടുകൂടി കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തി ഒന്നുകൂടി നഷ്ടപ്പെടും. BJP അജയ്യമായി മുന്നോട്ട് വരികയും ചെയ്യും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സർ. സാറ് പറഞ്ഞ പോലെ യുവാക്കൾക്കിടയിലുള്ള അരാജകത്വം പരിഹരിക്കാനും രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കുമൊക്കെ BJP ആണ് നല്ലത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത് പഞ്ചാബിലേക്കും എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.